സതീശൻ വി ഡി സതീശനാണല്ലോ ഇപ്പോൾ കേരളത്തിലെ താരം. വി ഡി സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആവാതിരിക്കാൻ ദിവസവും ഓരോ ജാതി സംഘടനകൾ മുന്നോട്ട് വരികയാണ്. NSS ഒരു ഭാഗത്തുനിന്ന് ഹാലിളകുന്നു. SNDP എന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ പാർട്ടി, വർഗീയത മാത്രം വിളിച്ചു പറയുന്ന SNDP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF എതിരായി കാക്ക മലന്ന് പറക്കുന്നു, 100 സീറ്റ് കിട്ടൂലെന്നും രാഷ്ട്രീയ വനവാസത്തിന് പോകണമെന്നൊക്കെ പറഞ്ഞ് UDF നിരന്തരം പ്രസംഗിച്ച് നടന്ന, വർഗീയത തുപ്പുന്ന, വിഷം തുപ്പുന്ന വെള്ളാപ്പള്ളി നടേശനും പറയുന്നു വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവണ്ടാവും. NSS പറയുന്നു, ഇടതുപക്ഷത്തിന് വോട്ട് കൊടുത്ത NSS പറയുന്നു, സമദൂരം എന്ന് പറയുന്ന NSS പറയുന്നു വെള്ളാപ്പള്ളി നടേശനെ പോലെ തന്നെ വി ഡി സതീശനും മുഖ്യമന്ത്രി ആവണ്ട. അതുപോലെ എല്ലാ ജാതി സംഘടന SDPI പറയുന്നു KC വേണുഗോപാലാവണം, വി ഡി സതീശനാവണ്ട. അങ്ങനെ എല്ലാ ജാതി സംഘടനകളും എല്ലാ സംഘടനകളും ഇലക്ഷന് തൊട്ട് മുമ്പ് വരെ LDF പിന്തുണക്കുകയും UDF തള്ളിപ്പറയുകയും ചെയ്ത ആളുകളൊക്കെ തന്നെ ഇപ്പോൾ വന്നിട്ട് പറയുന്നതെന്ന് വെച്ചാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ വി ഡി സതീശൻ്റെ അടുത്ത് എന്തുകൊണ്ട്? കാരണം എന്താ? വി ഡി സതീശൻ അതിശക്തമായി എല്ലാ വർഗീയ പാർട്ടികളെയും ശക്തമായി എതിർത്തു. ഒരു വർഗീയ ശക്തികളുടെയും വോട്ട് വേണ്ട എന്ന് പരസ്യമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനമാണ് ഇന്ന് ഈ ജാതി സംഘടനകളും വർഗീയ സംഘടനകളും എല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് വി ഡി സതീശനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഇവർക്കൊക്കെയുള്ള അമിതമായ വിദ്വേഷവും വെറുപ്പും വി ഡി സതീശനോട് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വർഗീയ സംഘടനകളുടെയും ഒരു ജാതി സംഘടനകളുടെയും പിന്നാമ്പുറത്ത് ഈ ഭരണത്തിനെ കൊണ്ടുപോയി കെട്ടാൻ വി ഡി സതീശൻ സമ്മതിക്കില്ല. അതുപോലെ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ്റെ ആ നിലപാടിനോട്, വർഗീയ ശക്തികളോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പറയുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവണം.